എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു 2 ടയർ വെഡ്ഡിങ് കേക്ക് ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ് ഷെയർ ചെയ്യുന്നത്. അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. ഒരുപാട് സംശയങ്ങൾ വരും. എനിക്ക് അങ്ങനെ വരാറുണ്ട്, ഒരുപാട് സംശയം വരാറുണ്ട്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതൊരു 2 ടയർ 2 kg കേക്കാണ്. അപ്പോൾ 2 kg ആകുമ്പോൾ തന്നെ മേലെ 1 kg താഴെ 1 kg വെച്ചാൽ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ താഴെ 1.25 കിലോയും മേലെ 3/4 കിലോയും വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോൻ്റെ ബാറ്ററി തയ്യാറാക്കി. എന്നിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു പാനിലും 5 ഇഞ്ചിൻ്റെ ഒരു പാനിലും അത് ഒഴിച്ചു. എന്നിട്ടത് ബേക്ക് ചെയ്തെടുത്തു. സെയിം പ്രോസസ്സായിട്ട് തന്നെ വീണ്ടും ഒരു 1 kgൻ്റെ ബാറ്ററി തയ്യാറാക്കി. എന്നിട്ട് 8 ഇഞ്ചിൻ്റെ പാനിലും 5 ഇഞ്ചിൻ്റെ പാനിലും കൂടെ ബേക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും 8 ഇഞ്ചിൻ്റെ 2 കേക്കും 5 ഇഞ്ചിൻ്റെ 2 കേക്കും ഉണ്ടാവും. ഓരോന്നും 2 ലെയറാക്കി കട്ട് ചെയ്താൽ താഴെ നമുക്ക് 4 ലെയറും കിട്ടും, മേലെ നമുക്ക് 4 ലെയറും കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്നാണോ ഡെലിവറി പറഞ്ഞത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 6-ാം തീയതിയാണ് നമുക്ക് കേക്ക് കൊടുക്കേണ്ടതെങ്കിൽ 4-ാം തീയതി തന്നെ നമ്മൾ സ്പഞ്ച് വൈകുന്നേരം റെഡിയാക്കി വെക്കാം. എന്നിട്ട് 5-ാം തീയതി വേണം അതിൻ്റെ ഐസിങ്ങും കാര്യങ്ങളും എല്ലാം ഫിനിഷ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെയറാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് കൊടുക്കുമല്ലോ. അപ്പോൾ ഷുഗർ സിറപ്പ് കൊടുക്കുന്ന സമയത്ത് ഓവറായിട്ട് വെറ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നല്ലപോലെ വെറ്റായാൽ ചിലപ്പം പുറത്തു കൂടെ ഒലിച്ചു വരാനൊക്കെ ചാൻസ് ഉണ്ട്. മേലും കൂടെ ഒരു കേക്ക് വരുന്നതല്ലേ. അപ്പോൾ ഓവറായിട്ട് വെറ്റ് ചെയ്യേണ്ട, കുറച്ച് മതി ഷുഗർ സിറപ്പ്. പിന്നെ നമ്മൾ ഫില്ലിംഗ് എല്ലാം കൊടുത്തിട്ട് നല്ല പോലെ ക്രം കോട്ട് ചെയ്തിട്ട് 1 മണിക്കൂർ തണുപ്പിച്ചെടുക്കുക. ക്രം കോട്ട് ചെയ്ത് തണുപ്പിച്ചെടുക്കുമ്പം ആ കേക്കിന് ഒന്നുകൂടെ ഒരു ബലം വരും. എന്നിട്ട് നമ്മൾ താഴത്തെ കേക്കിൽ 4 സ്ക്വയർ വെക്കണം. മേലത്തെ കേക്ക് താങ്ങാൻ പാകത്തിന് മേലത്തെ കേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തത് അതിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ 4 സ്ക്വയർ കുത്തി കൊടുക്കുക. എന്നാൽ മേലത്തെ വെയിറ്റ് വരുമ്പോൾ കറക്റ്റായിട്ട് അതവിടെ നിൽക്കും. അങ്ങനെ 4 സ്ക്വയറും കുത്തിക്കൊടുത്ത് ഫൈനൽ കോട്ടടിക്കുക. 1 മണിക്കൂർ ക്രം കോട്ട് ചെയ്ത് തണുപ്പിച്ചെടുത്തതിന് ശേഷം നല്ല നീറ്റായിട്ട് ഫൈനൽ കോട്ടടിക്കുക. എന്നിട്ടത് അതേപോലെ തന്നെ നമ്മൾ മേലെ വെക്കാനുള്ള കേക്കും ഫൈനൽ കോട്ടടിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. താഴെ വെക്കുന്ന ബേസ് സാധാരണ ബേസ് എടുക്കുന്നേക്കാളും ഡ്രം ബേസ് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി അതൊരു ഭംഗിയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ മേലെ വെക്കേണ്ട കേക്ക് നമ്മൾ ഒരു ആവശ്യമില്ലാത്ത ഒരു ബേസിലായിരിക്കുമല്ലോ സെറ്റ് ചെയ്യുക. ആ സമയത്ത് ബേസിൻ്റെ താഴെ സാധാരണ രീതിയിൽ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് അതിൻ്റെ മേലെയല്ലേ കേക്ക് വെക്കുക. അതിന് പകരം ആ ചെറിയ കേക്കിൽ നമ്മൾ താഴെ വിപ്പിംഗ് ക്രീം ഒന്നും വെക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ വേഗം നമുക്ക് പൊന്തിച്ചെടുക്കാനാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ഒരു 8 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം ഇത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്നാണ് ഇപ്പോൾ 6-ാം തീയതിയാണ് നമുക്കിത് കൊടുക്കേണ്ടതെങ്കിൽ അതിൻ്റെ ദിവസം രാവിലെ തന്നെ നമ്മൾ എടുത്തിട്ട് താഴത്തെ കേക്കിനെ പതുക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പാച്ചുലയും അതുപോലെ തന്നെ മേലെ ഇങ്ങനെ കുത്തി കൊടുക്കുന്ന ഡവലില്ലേ, ആ രണ്ടും കൂടെ പിടിച്ചിട്ട് പതുക്കെ നമ്മൾ രണ്ടാമത്തെ നമ്മൾ വലിയ കേക്കിൻ്റെ മേലേക്ക് വെച്ചാൽ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. എന്നിട്ട് 2 കേക്കിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഡവലും കൂടെ നമ്മൾ കറക്റ്റ് സെൻറ്ററിലൂടെ കുത്തി കൊടുത്താൽ കേക്ക് സേഫായി. പിന്നെ നമ്മൾ എന്തൊക്കെ ഡെക്കറേഷനാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാം. ഞാൻ ഇതിൽ കുറച്ച് പേൾസും അതേപോലെ തന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഒരു സ്റ്റിക്കും വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാവുമ്പം ഈസിയാണ്. കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും ഐറ്റംസ് എല്ലാം വാങ്ങിച്ചെടുക്കാൻ, അത്രയേ ഉള്ളൂ. അതെല്ലാം നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ടയർ കേക്കിൻ്റെ ബോക്സ് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാം. അതല്ലെങ്കിൽ 2 ബോക്സുകൾ ഒന്നിച്ച് വെച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആ രീതിയിലും നമുക്ക് ഡെലിവറി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തൊരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്നതാണ് റേറ്റ് ഇടുന്നത്. എനിക്ക് വരാവുന്ന എല്ലാ സംശയങ്ങളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെ ഒരുപാട് അറിയുന്നവരുണ്ടാവും, അവരുദ്ദേശിച്ചേ അല്ല. റേറ്റ് ഇടുമ്പം ആദ്യം നമ്മൾ ഫ്ലേവർ കണക്കാക്കുക. എത്ര kgയും ഫ്ലേവറും നോക്കിയിട്ട് ആ റേറ്റ് നമുക്കറിയാമല്ലോ. ആ റേറ്റ് പ്ലസ് ടയർ കേക്ക് ടയറാണ്. അപ്പോൾ 2 ടയറിനുള്ള ആ ഒരു റേറ്റ് ഉണ്ടാവും. അത് ഓരോരുത്തർ 150, 200, 250 ആ റേറ്റിലൊക്കെ ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഏരിയക്ക് അനുസരിച്ച് നമ്മളത് വാങ്ങിക്കുക. 2 ടയറിൻ്റെ ചാർജ് പ്ലസ് പിന്നെ നമ്മൾ അതിൽ എക്സ്ട്രാ എന്തെല്ലാം ഐറ്റംസ് ആണോ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ എല്ലാം ചാർജ് പ്ലസ് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജും കൂട്ടുക.
പിന്നെ നമ്മൾ ഈ നമ്മുടെ പെർഫെക്ഷനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള ചാർജ് നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.